ഒരു കണ്ണം മറ്റുള്ളവർക്കായി ഞാൻ പൊഴിക്കവേ ഉദിക്കയാണെന്നാത്മാവിൽ 1000 സൗരമണ്ഡലം. ഒരു പുഞ്ചിരി ഞാൻ മറ്റുള്ളവർക്കായി ചെലവാക്കവേ ഹൃദയത്തിലുലാവുന്നു നിത്യനിർമ്മല പൗർണമി. എവരിവൺ, വെൽക്കം ടു റിയാസ് ടൈനി വേൾഡ്. ചിരി മനുഷ്യന് ദൈവം നൽകിയ സമ്മാനം. ഒരു പുഞ്ചിരി മറ്റുള്ളവർക്ക് കൊടുക്കുന്നതിൻ്റെയും അത് സ്വീകരിക്കുന്ന ആളുടെയും മനോവ്യാപാരം എത്ര സന്തോഷമാണ് എന്നാണ് മഹാകവി അക്കിത്തം ഈ വരികളിലൂടെ സൂചിപ്പിക്കുന്നത്. ലെറ്റ് us always meet each other with a smile, for the smile is the beginning of the love. സ്നേഹത്തിൻ്റെ ആരംഭം എന്ന് പറയുന്നത് ഒരു പുഞ്ചിരിയാണ്. മദർ തെരേസയുടെ വാക്കുകളാണ് ഇത്. പുഞ്ചിരിക്ക് ഭാഷയുണ്ടോ? ജന്മനാടുണ്ടോ? അതിർവരമ്പുകളുണ്ടോ? ചാൾസ് ഡിസൂസ എന്ന ഗ്രന്ഥകാരൻ പറയുന്നു, മന്ദഹസിക്കൂ, അപ്പോൾ ലോകം നിങ്ങളോടൊത്ത് മന്ദഹസിക്കും. ലോകം നിങ്ങളെ നോക്കി ചിരിക്കുമ്പോൾ പൊട്ടിച്ചിരിക്കൂ. ജെലറ്റ് ബർഗൻസ് എന്ന വിനോദ സാഹിത്യകാരൻ അനുഭവം ഉദ്ധരിച്ചുകൊണ്ട് പറയുന്നത് ഇങ്ങനെയാണ്: ഒരിക്കൽ ഞങ്ങളുടെ ഒരു പഴയ പ്രൊഫസറുടെ പ്രസംഗം കേൾക്കാൻ ഞാൻ പോയി. അദ്ദേഹം പ്രസംഗം ആരംഭിക്കുന്നതിന് മുമ്പ് എല്ലാവരും ഒന്ന് ചിരിക്കൂ എന്ന് പറഞ്ഞു. ഞങ്ങൾ ചിരിച്ചു. പോരാ, ഉറക്കെ ചിരിക്കൂ എന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. പെട്ടെന്ന് ഹാളിൽ ചിരിയുടെ ഒരു കോലാഹലം തന്നെ ഉണ്ടായി. ഞാൻ ഒരു പുഞ്ചിരി തൂകാൻ കൂടി മറന്നിരുന്ന കാലത്താണ് ഈ സംഭവം ഉണ്ടാകുന്നത്. പിറ്റേ ദിവസം പത്രമെടുത്തപ്പോൾ കുതിരപ്പന്തയത്തിൽ സമ്മാനം നേടിയ ചിരിക്കുടുക്കയായ ഒരു വനിതയുടെ പടം കണ്ടു. ഞാൻ ആ ചിത്രം വീണ്ടും വീണ്ടും നോക്കി. എൻ്റെ ചുണ്ടിലും ഒരു പുഞ്ചിരി വിടർന്നു. ആ ചിത്രം വെട്ടിയെടുത്ത് ഞാൻ ചുമരിൽ പതിച്ചു. ആ ചിത്രം കാണുമ്പോഴൊക്കെ ഞാൻ പുഞ്ചിരി തൂകുമായിരുന്നു. അതോടൊപ്പം എനിക്ക് എന്തെന്നില്ലാത്ത ഒരു ഉന്മേഷവും കിട്ടി. പിന്നീട് ചിരിക്കുന്നവരുടെ ചിത്രം എവിടെ കണ്ടാലും ഞാൻ അത് വെട്ടി ആൽബത്തിൽ ഒട്ടിച്ചു പോന്നു. ഒരിക്കൽ എൻ്റെ ആൽബം ഞാൻ ഒരു നഴ്സിനെ കാണിച്ചു. അവർ പൊട്ടിച്ചിരിച്ചു. അവർ ആ ആൽബം ഒരു രോഗിയെ കാണിച്ചു. മാസങ്ങളായി വിഷാദമൂകനായിരുന്ന ആ മനുഷ്യൻ്റെ മുഖത്തും പുഞ്ചിരി പടർന്നു. പിന്നീട് ആ ആശുപത്രിയിലെ എല്ലാ രോഗികളെയും ആ ചിത്രങ്ങൾ കാണിച്ചു. എല്ലാവരും ചിരിച്ചു. ക്രമേണ അവരുടെ രോഗം സുഖമാകുന്നതിന് ആ ചിരിയും തജ്ജന്യമായ ഉന്മേഷവും കാരണമായി തീർന്നു എന്ന് ഡോക്ടേഴ്സ് സാക്ഷ്യം വഹിച്ചു. ചിരി ദൈവദത്തമായ ഒരു ഔഷധമാണ്. ശുഭാപ്തി വിശ്വാസമാകുന്ന വൈറ്റമിൻ അതിൽ അടങ്ങിയിട്ടുണ്ട്. പ്രാണവായു മനുഷ്യ ശരീരത്തിൽ നവജീവൻ പകരുന്നത് പോലെ ചിരിയും നവോന്മേഷം ഉളവാക്കുകയും ദുർബലമായി തീർന്ന മനോവീര്യം വീണ്ടെടുക്കുകയും ചെയ്യുന്നു. നിങ്ങളുടെ ഒരു ചിരിക്ക് അനേകം ആളുകളുടെ പുഞ്ചിരിക്ക് ഒരുപക്ഷെ കാരണമായിരിക്കും. നിങ്ങളെ വെറുക്കുന്നവരുടെ മനസ്സിനെ പോലും ഒരു ചിരിക്ക് ചേഞ്ച് ചെയ്യാൻ സാധിക്കും. സ്നേഹപൂർവമായ ഒരു നോട്ടം, ദയാപരമായ ഒരു തലോടൽ, സന്തോഷിപ്പിക്കുന്ന ഒരു ചിരി, സഹതാപത്തിൻ്റെ ഒരു കരുതൽ, ഈ ജീവിതം ധന്യമാക്കാൻ ഇതൊക്കെ പോരെ?